അപ്പോൾ പത്രോസ് ഈ ദർശനം മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ കൂടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ് പത്രോസ് പറയുന്ന ആ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്. ആ പ്രസംഗം കേൾക്കുകയും ചെയ്തു, വിശ്വസിക്കുകയും ചെയ്തു, സ്നാനപ്പെടുകയും ചെയ്തു. ഇതിനൊന്നും പത്രോസ് ഒരു എഫർട്ടും എടുക്കേണ്ടി വന്നില്ല. അവസാനം ആണ് പത്രോസിന് ബോധം വരുന്നത്, ഞാൻ ഈ മറ്റ് യഹൂദന്മാരുടെ പെർമിഷൻ തേടാതെയാണല്ലോ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ കക്ഷികളെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളുമോ? ഇവരെയൊക്കെ സ്നാനപ്പെടുത്തിയാൽ ഇനി നാളെ ഇവർ നമുക്കെതിരെ തിരിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പത്രോസിന് മനസ്സിൽ വരുന്നുണ്ട് പിന്നീട്. പക്ഷെ എന്നാലും ദൈവം ശുദ്ധീകരിച്ചതിനെ അശുദ്ധം എന്ന് എണ്ണരുത് എന്നുള്ള ആ ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് പത്രോസ് അവർക്ക് കൊടുക്കേണ്ട സുവിശേഷം കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്ന് പോവാണ്. അത് പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്തിട്ട് അവരെ ഈ കാര്യം വിശ്വസിപ്പിക്കാനോ പത്രോസ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതാണ് ഒന്നാമത്തെ ഇൻസ്റ്റൻസ്, യഹൂദന്മാരിൽ നിന്നും സുവിശേഷം അന്യജാതികളിലേക്ക് പോകുന്നത്. ഇനി രണ്ടാമത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ഒരുപാട് മിനിസ്ട്രി പിന്നീട് നടക്കുന്നുണ്ട്. അതിന് തൊട്ട് മുന്നേ അന്ത്യോക്യ എന്ന് പറയുന്ന ആ ഏരിയയിൽ ഒരുപാട് പേര് അന്യജാതിക്കാർ ഈ സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കാര്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർ യെരുസലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് ആളുകളെ വിടുകയാണ്, നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പരിപാടി. യേശു ക്രിസ്തു മസീഹ ആണെന്ന് വിശ്വസിക്കുന്ന കുറേ അന്യജാതികൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ബർണബാസിനെ വിട്ടു. ബർണബാസ് അവിടെ പോയി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഉപദ്രവം ഉണ്ടായപ്പോൾ യഹൂദന്മാർ ഉപദ്രവിച്ച വിശ്വാസത്തിൽ വന്ന പല ആളുകളും ആ സ്ഥലങ്ങളിൽ ചിതറിപ്പോയിരുന്നു. ഈ ചിതറിപ്പോയ സാധാരണ ആളുകൾ അവരുടെ ഫ്രണ്ട്സിനോട് അവരുമായിട്ടുള്ള കൂട്ടായ്മകളിലും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ പങ്കുവെച്ച കാര്യങ്ങളാണ്. അത് നിമിത്തമാണ് ഒരുപാട് പേര് വിശ്വസിച്ചത്. ആ വിശ്വസിച്ച ആളുകൾ ഒരു ചെറിയൊരു കൂട്ടമായി. ആ കൂട്ടത്തെ എന്താണ് അവരുടെ വിശ്വാസം, എങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്, എന്താണ് അവർക്ക് ഇനി ആവശ്യം, ഇനി അവർക്ക് എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് യഹൂദന്മാർ നിന്ന് വിശ്വാസത്തിലേക്ക് ആദ്യമായിട്ട് വന്ന നമ്മുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള വ്യക്തികൾ ആളുകളെ അവരുടെ അടുക്കിലേക്ക് അയച്ചത്. പിന്നീട് ആ സഭ അവിടെ വളരാനായിട്ട് ഇടയായി. ഇന്ന് നമുക്ക് വലിയൊരു അന്ത്യോക്യ സഭ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ അങ്ങനെയാണ് തുടങ്ങിയത്. ഇനി അടുത്ത എന്താണ്, ഞാൻ പറഞ്ഞില്ലേ ഫിലിപ്പോസ് ശമരിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ആ ശമരിയ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് യഹൂദന്മാർ ഒരു ഹാഫ് യഹൂദൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ശമര്യക്കാർ. മിക്സ്ഡ് മാരേജസ് ഒക്കെ നടന്ന ഒരു കൂട്ടങ്ങളാണ് ഈ ശമര്യക്കാർ. അപ്പോൾ ഈ ശമര്യക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു തോറായുണ്ട്. യഹൂദന്മാർക്ക് ഉള്ളത് മാതിരി അവർക്കും ഒരു തോറായുണ്ട്, ഒരു പഴയ നിയമം അവർക്കും ഉണ്ട്. ആ പഴയ നിയമപ്രകാരം അവരും ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരും മെശിയ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു ആ ശമര്യക്കാരത്തിയോട് പറയുന്നത്, നീ അന്വേഷിക്കുന്ന ആ മെശിയ ഞാനാണ്. അപ്പോൾ അവരും മെശിയായെ അന്വേഷിക്കുന്നവരാണ്. അവരും അവരെ തന്നെ വിളിക്കുന്നത് ഞങ്ങൾ യാക്കോബിൻ്റെ മക്കൾ എന്നാണ്. എന്നാൽ യഹൂദന്മാർ, അവർക്ക് യെരുശലേമിൽ ദൈവാലയമുണ്ട്, അവർ ഈ ശമര്യക്കാരെ തുല്യരായിട്ട് കണക്കാക്കുന്നില്ല. അന്യജാതിക്കാരെ മാതിരിയാണ് ഈ ശമര്യക്കാരെ കണക്കാക്കുന്നത്. അവരെ ആ ആലയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരുമായിട്ട് യാതൊരു സംബന്ധത്തിനും എന്ന് വെച്ചാൽ വിവാഹം പോലെയുള്ള ബന്ധങ്ങൾക്കും അവർ പോകാറില്ല. അതുകൊണ്ടാണ് ആ ശമര്യക്കാരത്തി സ്ത്രീ ആ യേശുക്രിസ്തു വെള്ളം ചോദിക്കുന്ന സമയത്ത് നെട്ടിയിട്ട് നമുക്ക് ഈ യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ ഒരിക്കലും ബന്ധങ്ങൾ ഏർപ്പെടാൻ പറ്റൂലല്ലോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കിണറിൻ്റെ അടുത്താണ് ഇവരുടെ പിതാക്കന്മാരൊക്കെ അവരുടെ ഭാര്യമാരെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോൾ യാക്കോബിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ യാക്കോബ് കുഴിച്ച കിണറും കൂടിയാണത്. യേശുക്രിസ്തു അവിടെ ഇരിക്കുന്നു, യേശുക്രിസ്തുവിന് ആ സ്ത്രീ വെള്ളം കോരി കൊടുക്കുന്നു. ആ ഒരു രംഗമുണ്ടല്ലോ, കോരി കൊടുക്കുന്നില്ല, യേശുക്രിസ്തു വെള്ളം ചോദിക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സംഭാഷണം തുടങ്ങി. പിന്നെ അവൾ ആ വെള്ളത്തിൻ്റെ ജാർ അവിടെ ഇട്ടേച്ച് പോവുകയാണ് പിന്നീട്. അപ്പോൾ ഈ യാക്കോബ് എന്ന് പറയുന്ന ഇവരുടെ പൂർവ്വ പിതാവ് കുഴിച്ച കിണറാണത്. ആ കിണറ്റിൽ നിന്നാണ് ആ സ്ത്രീ അവിടെ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സ്ത്രീ
യേശു ക്രിസ്തു ഈ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് വെള്ളം വേണം എന്ന് ചോദിച്ചപ്പോൾ അവർ ചിന്തിക്കുന്നത്, നേരെ പോകുന്ന അവരുടെ ചിന്ത പോകുന്നത്, ഇയാൾ പ്രപ്പോസ് ചെയ്യാണോ, വിവാഹം കഴിക്കാൻ വേണ്ടി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യാക്കോബ് എന്ന് പറയുന്ന ഇവരുടെ പൂർവ്വ പിതാവ് ഇതേമാതിരി അവരുടെ ഭാര്യ വെള്ളം കോരി കൊടുക്കുന്ന ആ സീനിലാണ് ആ സ്ത്രീയുമായിട്ട് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതും വിവാഹം കഴിക്കുന്നതും. മോശയും അങ്ങനെ തന്നെ. യാക്കോബിൻ്റെ അപ്പനായിരിക്കുന്ന ഇസഹാക്കിൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എലിയേസറിനെ അബ്രഹാം വിട്ടപ്പോൾ അവരും അവരുടെ ഭർത്താവിനെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഈ എലിയേസർ ആ ഇസഹാക്കിനെ കല്യാണം കഴിക്കേണ്ട ആ വ്യക്തിയെ, ആ സ്ത്രീയെ കണ്ടെത്തുന്നത് ഇതേമാതിരി ഒരു കിണറിൻ്റെ സീനിലാണ്. അപ്പോൾ ഈ കിണറും വിവാഹവും തമ്മിൽ നല്ല ഒരു ബന്ധം യഹൂദന്മാരുടെ തോറയ്ക്കകത്തുണ്ട്. അത് തന്നെയാണ് ശമര്യക്കാരുടെയും തോര. അപ്പം ഇവിടെ നമ്മുടെ യഹൂദ റബ്ബി ആയിരിക്കുന്ന യേശു ക്രിസ്തു ഇവളോട് ഈ വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ അവളുടെ മനസ്സിൽ പെട്ടെന്ന് ചിന്ത വരുന്നത് അങ്ങോട്ടാണ്. അവൾ ഈ വചനമൊക്കെ വായിച്ച് കുറച്ചൊക്കെ ഒരു ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൾ ഉടനെ കർത്താവിനോട് പറയുന്നത്, നമ്മൾ തമ്മിൽ ഒരിക്കലും സമ്പർക്കം പാടില്ല, നമുക്ക് ഒരു കോൺവെർസേഷൻ പാടില്ല എന്ന് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ലല്ലോ, നിങ്ങൾ വേറെ ജാതി ഞങ്ങൾ വേറെ ജാതി എന്നുള്ള കാര്യത്തിലേക്ക് അത് പോകുന്നത്. പിന്നെ നീ എന്തിനാണ് എന്നോട് വെള്ളം ചോദിക്കുന്നത്? ആ വെള്ളം ചോദിക്കുക എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെ വാസ്തവത്തിൽ പ്രപ്പോസലായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ പോയിട്ട് വെറുതെ പോയി വെള്ളം ചോദിക്കരുത്. ആരുടെങ്കിലും വെള്ളം ചോദിച്ചാൽ ചിലപ്പോൾ അവർ വിചാരിക്കുക അത് പ്രപ്പോസ് ചെയ്യാണോ. അത് യഹൂദന്മാരുടെ പിന്നീടുള്ള ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഈ പ്രപ്പോസലൊക്കെ നടക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ സ്ത്രീയോട് പിന്നീട് സംസാരിക്കുന്ന വേളയിൽ അവളുടെ സീക്രട്സ് എല്ലാം അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവളുടെ ജീവിതത്തെക്കുറിച്ച്. അപ്പം നീ ഇപ്പം എന്നെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മുഴുവനായിട്ട് എനിക്കറിയാം. കർത്താവ് പറയാണ്, നീ 4 ആൾക്കാരെ കൂടെ ഓൾറെഡി ജീവിച്ചു കഴിഞ്ഞു, ഇപ്പോൾ 5-ാമൻ്റെ കൂടെയാണ്, ആ 5-ാമന് നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്തിരിക്കുന്ന മുഴുവനും കർത്താവ് വെളിച്ചത്തിലാക്കിയപ്പോൾ അവൾ അതിശയിച്ചു. അങ്ങനെയാണ് ഇയാൾ ഒരു പ്രവാചകനാണെന്ന് അവൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ പ്രവാചകനായതുകൊണ്ട് ഇവനോട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന വേളയിലാണ് കർത്താവ് പറയുന്നത്, നീ അന്വേഷിക്കുന്ന ആ മെഷിയ എന്ന് പറയുന്ന വ്യക്തി ഞാനാണ്. അപ്പോൾ അവൾ ഈ ജഗ് അവിടെ ഇട്ടിട്ട് അവൾ ജാർ അവിടെ ഇട്ടിട്ട് അവൾ ഓടിപ്പോയി മറ്റുള്ളവരോട് പറയാൻ. എന്ന് വെച്ചാൽ ഈ മെഷിയ വരുമെന്ന് നമ്മുടെ തോറയ്ക്കകത്തുണ്ടല്ലോ, ആ മെഷിയ എന്ന് പറയുന്ന ആളായിരിക്കാം ചിലപ്പോൾ ഇയാൾ, ഞാൻ അയാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവൾ നാട്ടുകാരോടൊക്കെ പറഞ്ഞു. ആ നാട്ടുകാരൊക്കെ വന്ന് യേശു ക്രിസ്തു പറഞ്ഞ മെസ്സേജ് കേട്ടു. ഇവരെല്ലാവരും യേശു ക്രിസ്തു പറഞ്ഞ മെസ്സേജ് കേട്ടു. യേശു ക്രിസ്തു 3 ദിവസം ഇവരുടെ കൂടെ നിന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടി യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പോകുന്ന സമയത്ത് ഇതേ ശമര്യയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ഈ ശമര്യക്കാരെല്ലാവരും യേശു ക്രിസ്തുവിനെ തള്ളി എന്ന് മാത്രമല്ല, അവിടെ ഒന്ന് താമസിക്കാൻ പോലും ഇടം കൊടുത്തില്ല. കാരണം യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം ആളുകൾ, യഹൂദന്മാരെല്ലാവരും യേശു ക്രിസ്തുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും അവർക്ക് ഇയാളായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് കാണിക്കാൻ വേണ്ടിയും യേശുവിനും യേശുവിൻ്റെ ശിഷ്യന്മാർക്കും അവരവിടെ താമസിക്കാൻ പോലും സ്ഥലം കൊടുത്തില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ ശമര്യക്കാർ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് തീ ഇറക്കിയിട്ട് ഈ ശമര്യ പട്ടണത്തെ മുഴുവൻ നശിപ്പിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏത് ആത്മാവിനാലാണ് നടക്കുന്നത്? ഞാനിവരെ കൊല്ലാനോ നശിപ്പിക്കാനോ വേണ്ടി വന്ന ആളല്ല, ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കർത്താവ് അവൻ്റെ തന്നെ ശിഷ്യന്മാരെ ശാസിക്കുകയാണ്. എന്നിട്ട് അവർ മുന്നോട്ട് പോവാം. അങ്ങനെയുള്ള ഈ ശമര്യ പട്ടണത്തിലേക്ക് യഹൂദന്മാരുടെ ഇടയിൽ വിശ്വാസത്തിലേക്ക് വന്ന ക്രിസ്ത്യാനികൾക്ക് പീഡനം ഉണ്ടായപ്പോൾ പല ആളുകളും യെരുശലേം വിട്ട് ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയ വ്യക്തികളിൽ ഒരാളാണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തി. ആ ഫിലിപ്പോസ് അവിടെ ചെന്നിട്ട് ശമര്യ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു മജീഷ്യൻ. ആ മജീഷ്യൻ എല്ലാവരെയും വശീകരിച്ച് വെച്ചിരിക്കുകയാണ്. അവനെല്ലാവരും മഹദി എന്നാണ് വിളിക്കുന്നത്, ഗ്രേറ്റ് വൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൻ ഒരുപാട് മാജിക്കൊക്കെ ചെയ്ത് പല ആൾക്കാരെയും എന്താ പറയുക ഒരു ട്രാൻസിലാക്കിയിട്ടുണ്ട്, അയാളുടെ ഒരു കൂട്ടായ്മയിലാക്കിയിട്ടുണ്ട്. അയാളുടെ ഫോളോവേഴ്സിന് മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ഫിലിപ്പോസ് യേശു ക്രിസ്തുവിൻ്റെ മെസ്സേജ് പറയുകയും അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യണം. ഈ രോഗികളൊക്കെ സൗഖ്യമാകുന്നത് കണ്ടപ്പോൾ ഈ മജീഷ്യൻ അടക്കമുള്ളവർ സ്നാനപ്പെട്ടു.
ഈ ഫിലിപ്പോസിൻ്റെ കൂടെ ചേർന്നു. ഇനി ഫിലിപ്പോസിൻ്റെ കൂടെ ഇവർ ചേർന്ന് അങ്ങനെ ആ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വലിയൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്കിനി ജീവിതകാലം മുഴുവൻ സെറ്റിലാവാം എന്നല്ല ഫിലിപ്പോസ് പറഞ്ഞു. ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു ഡെസേർട്ടിലേക്ക് പോകാൻ. അവൻ ഡെസേർട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യൻ, ഒരു ഷണ്ടൻ, എത്യോപ്യ എന്ന ആഫ്രിക്കക്കാരനായ ഒരു ഷണ്ടൻ. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ യഹൂദന്മാരുടെ ആലയത്തിലേക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന്, എത്യോപ്യയിൽ നിന്ന് വന്ന ഷണ്ടൻ എന്ന് പറഞ്ഞാൽ അയാൾ വലിയൊരു പൊസിഷനിലാണ്. രാജ്ഞിയുടെ ഷണ്ടനാണ് എന്ന് പറഞ്ഞാൽ ആ രാജ്ഞിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ്. രാജ്ഞിയുടെ അസിസ്റ്റൻ്റാണ് അയാൾ. ആ രാജ്ഞിയുടെ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന ആ മനുഷ്യൻ ഒരു തേരിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. യെരുശലേമിൽ നിന്ന് അയാൾ പോവുകയാണ്. അപ്പോൾ ശമരിയ വഴിക്കാണ് പോകുന്നത്. ആ ശമരിയയിലുള്ള ആ ഡെസേർട്ടിലാണ് നമ്മുടെ ഇപ്പോൾ ഫിലിപ്പോസ് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഫിലിപ്പോസ് പോകുമ്പോൾ ഫിലിപ്പോസ് ഈ ഷണ്ടൻ തേരിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാം. ഉടനെ ഷണ്ടനോട്, നിങ്ങളിന്ന് മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അവസ്ഥയിലാണോ ഇപ്പോൾ ആയിരിക്കുന്നത്, അതോ അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നല്ല ഫിലിപ്പോസ് ചോദിച്ചത്. ഫിലിപ്പോസ് ഒന്നും ചോദിച്ചില്ല. ഫിലിപ്പോസ് ആ തേരിനോട് ചേർന്ന് നടന്നപ്പോൾ ആ ഷണ്ടൻ അതിനകത്തിരുന്ന് വായിക്കുകയാണ്. ഫിലിപ്പോസിനെ അത്ഭുതപ്പെടുത്തുമാറ് അയാൾ വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യെശയ്യാ 53. ഈ യെശയ്യാ 53 എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ദാരുണമായ ഒരു മരണം മരിക്കുന്നതിനെക്കുറിച്ചും അതിലൂടെ മറ്റുള്ളവരെ രക്ഷിക്കുന്നതിനെക്കുറിച്ചുമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് ആരെക്കുറിച്ചാണ് യെശയ്യാവ് എഴുതിയിരിക്കുന്നതെന്ന് ആർക്കറിഞ്ഞൂടാ? ഷണ്ടൻ അറിഞ്ഞൂടാ. അപ്പോൾ ഷണ്ടൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഫിലിപ്പോസ് വന്നിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവനോട് ചോദിച്ചു, നിങ്ങൾ വായിക്കുന്ന വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷണ്ടൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, ഇത് ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരാതെ, അന്നൊക്കെ കോമെൻട്രി ഇതൊന്നും നമുക്ക് ഓൺലൈൻ അവൈലബിൾ അല്ലല്ലോ, ഇത് ആരെങ്കിലും എനിക്ക് മനസ്സിലാക്കി തരാതെ, വ്യാഖ്യാനിച്ച് തരാതെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഷണ്ടൻ ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ എത്യോപ്യക്കാരനായ ഷണ്ടനോട് ഫിലിപ്പോസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഷണ്ടൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഈ യെശയ്യാവ്, ഈ പ്രവാചകൻ ഈ 53-ാം അധ്യായത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവനെക്കുറിച്ചാണോ പറയുന്നത്? മുഴുവൻ ഇസ്രായേലിനെ കുറിച്ചാണോ പറയുന്നത്? അതോ ഏതെങ്കിലും വേറെ വ്യക്തിയെക്കുറിച്ചാണോ പറയുന്നത്? ഇന്നും റീസർച്ച് ക്വസ്റ്റ്യനായിട്ട് ആളുകൾക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്. അതിലൊരുപാട് റീസർച്ച് ഇനിയും നടക്കാനുണ്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ. നിങ്ങൾക്ക് അത് വെച്ചിട്ട് വേണമെങ്കിൽ നല്ലൊരു തീസിസ് വരെ ചെയ്യാം. അപ്പോൾ ആ ഷണ്ടനോട് ഫിലിപ്പോസ് പറയാണ്, ഇത് ഈ പ്രവാചകൻ പറയുന്നത് വേറൊരു വ്യക്തിയെക്കുറിച്ചാണ്. ആ വ്യക്തി ഇസ്രായേലിൻ്റെ മുഴുവൻ റെപ്രസെൻറ്റേറ്റീവാണ്, ഇസ്രായേലിൻ്റെ മെഷിയാണ്. എന്നിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച്, യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പൂർണ്ണമായിട്ടും വിശദീകരിക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ച് ആ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഇവരിങ്ങനെ ഡെസേർട്ടിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വെള്ളമുള്ള ഒരു ഉറവ കണ്ടപ്പോൾ ആ ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, അല്ല, എനിക്ക് സ്നാനപ്പെടാൻ ഒക്കുമോ? ഞാൻ നമ്മുടെ ഭാഷ പറയാണ്, എനിക്കിത് മനസ്സിലായി, എനിക്ക് സ്നാനപ്പെടാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അയാൾ ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഫിലിപ്പോസ് പിന്നെ വെള്ളത്തിലിറങ്ങി, രണ്ടുപേരും വെള്ളത്തിലിറങ്ങി അവനെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ? അവൻ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഏറ്റുപറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെടുത്തുന്നു. അപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഫിലിപ്പോസ് ചാടിക്കേറി ആ ഷണ്ടനോട് സുവിശേഷം പറയാണോ ചെയ്തത്? അല്ല. ഫിലിപ്പോസ് ഇങ്ങനെ സുവിശേഷ പ്രതികളുമായിട്ട് നടക്കുകയായിരുന്നു, എല്ലാവരോടും സുവിശേഷം പറയാൻ.